ഹലോ ഗൈസ്, ഒരു AI അസിസ്റ്റൻറ്റിലെ മെമ്മറി നമുക്ക് ജെമിനിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇന്ന് നമ്മൾ V2ൻ്റെ പുതിയൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജെമിനിയിലേക്ക് മറ്റൊരു AI അസിസ്റ്റൻറ്റിൻ്റെ നമ്മളെക്കുറിച്ചുള്ള മെമ്മറി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നാണ്. അത് നമ്മൾ ജെമിനി ഓപ്പൺ ചെയ്യുക. ജെമിനി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ സൈൻഡ് ഇൻ ആസ് ഒരു ഓപ്ഷൻ കാണിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഇമ്പോർട്ട് മെമ്മറി ടു ജെമിനി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്താ ഇവിടെ 3 സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ഏത് അസിസ്റ്റൻറ്റിലാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മെമ്മറി നമുക്ക് എടുക്കേണ്ടത്. ആ അസിസ്റ്റൻറ്റിൽ ഈ പ്രോംപ്റ്റ് ഉണ്ടെന്ന് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്യണം. ഇത് ഓൾറെഡി തന്നെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ChatGPT ഓപ്പൺ ചെയ്യണം. അപ്പോൾ എൻ്റെ ഫൈൻഡ് ഇപ്പോൾ ChatGPT ആണ് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. ChatGPT ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. ChatGPT, you are helping me import context from one AI assistant to another. Your job is to go through our past conversations and sum up what you know about me. In the output, please avoid using any first-person pronouns, I, my, me, mine, and any second-person pronouns. ഇതൊരു വലിയ പ്രോംപ്റ്റ് ആണ്. Format the final output one. Then copy code, scroll to the bottom. അപ്പോൾ നമുക്ക് ChatGPT എന്താ അയച്ചോ അത് കോപ്പി ചെയ്യാം. Dot response at read and share more app menu. ChatGPT. New chat. Edit the tab, edit text dot 1. Scroll to the bottom. Start a voice topic date, edit the tab, edit new chat menu. Generate അടിക്കുന്ന റെസ്പോൺസ്. Read aloud, that response, got response, copy. കോപ്പി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജെമിനിയിലേക്ക് പോകുന്നു. Recent button. One chat keep Google Gemini line tech Google Gemini. Gemini. Import memo 1. എന്നിട്ട് copy this prompt. രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. Copy. റെസ്പോൺസ് പേസ്റ്റ് ചെയ്ത് രണ്ടാം സ്റ്റെപ്പാണ്. പേസ്റ്റ് ചെയ്യാണ്. ഇതാണ്. ഓക്കെ, അതിനുശേഷം ആഡ് മെമ്മറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ChatGPT എന്ത് റെസ്പോൺസ് വരുന്നു അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആഡ് മെമ്മറി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ജെമിനിയുടെ ചാറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ ജെമിനിയെ നമ്മുടെ മുമ്പത്തെ അസിസ്റ്റൻ്റ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ലഭിക്കും. സിമ്പിൾ സ്റ്റെപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രോംപ്റ്റ് കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലും നൽകുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.